4:16 സ്തോത്രം. ഒരു വാക്യമുണ്ടല്ലോ, അപ്പോൾ മൂപ്പനും മാന്യപുരുഷനും തന്നെ സോറി 9-ാമൊക്കെയാണ്, സോറി 4 സോറി 9-ാം അധ്യായത്തിന്റെ 14-15 വായിച്ചാണ്. യെശയ്യാവിന്റെ 9:14-15. ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല. മൂപ്പനും മാന്യപുരുഷനുമാണ് തല. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൻ. നമ്മളിവിടെ വെളിപ്പാട് പുസ്തകം വായിച്ചെന്താണ്? ഭീകരമുള്ള മഹാസർപ്പം അതിന്റെ വാനം ചെയ്യുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളയുന്നു. എറിഞ്ഞു കളഞ്ഞതാണ്. ആര് കാണുന്ന വെളിപ്പാടാണ്? സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ വാഹനം പറഞ്ഞിരിക്കുന്നത് കാരണം ഈ മഹാസർപ്പത്തിന്റെ വാഹനാണ് ചെയ്തത്. ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞ്. ഈ നക്ഷത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളല്ല. രാത്രികാലത്ത് ആകാശ വിധാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് കാണുന്ന ആ നക്ഷത്ര കോണങ്ങളെ അല്ല പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്, ദൈവദാസീദാസന്മാരുണ്ട്. ദാനിയേലിന്റെ പുസ്തകം വായിച്ചാൽ മതി, 7-ാം അധ്യായം വായിച്ചാൽ മതി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾ ആരാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മറ്റാരെ കുറിച്ചല്ല, ദൈവത്തിന്റെ ജനമെന്ന് പറയുന്ന, ദൈവത്തിന്റെ ദാസീദാസന്മാരെന്ന് പറയുന്നവരെ കുറിച്ചാണ് ആമേൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ സ്തോത്രം, നമ്മൾ ആത്മീയ കോണത്ത് നോക്കുമ്പോൾ, ദൈവസഭകളിലേക്ക് നോക്കുമ്പോൾ, സംഘടനകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്തോത്രം അബദ്ധമായിരിക്കുന്ന ഉപദേശങ്ങളുണ്ട് പറഞ്ഞിരിക്കും. നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് എന്ത് പറ്റി? ദൈവമക്കൾക്കെല്ലാം എന്ത് പറ്റി? ദീർഘമായുള്ള ദൈവമക്കൾക്കെല്ലാം എന്ത് പറ്റി? വിളക്ക് കത്തിച്ച് കഥാപുരത്തിൽ വിളക്ക് കത്തിച്ച് പറയിന്റെ കീഴിൽ വെക്കുന്നത്, ആ തണ്ടിന്റെ എടുത്ത് വെക്കുന്നത്. അപ്പൊ വീട്ടിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യും? ഇന്ന് പ്രകാശം കൊടുക്കാൻ പറ്റുന്ന കാര്യത തണ്ടിന്മേൽ അല്ലെങ്കിൽ ഉയരത്തിൽ അവൻ ഉന്നതമായിരിക്കുന്ന അവസ്ഥകളിലായിരുന്നു ദൈവമക്കൾ. ദൈവദാസന്മാരെല്ലാം വീണുപോയി. വീണുപോയതല്ല, വീട്ടിക്കാലല്ല. അബദ്ധം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൻ. ദൈവമക്കൾ എങ്ങനെ വീഴ്ത്താൻ പറ്റും? എങ്ങനെ വീഴ്ത്താൻ പറ്റും? പ്രവചിക്കുന്നവരിലൂടെ, പഠിപ്പിക്കുന്നവരിലൂടെ മാത്രമേ, പ്രസംഗിക്കുന്നവരിലൂടെ മാത്രമേ വീഴ്ത്തി കളയാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ വീഴ്ത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ മൂപ്പരും മാന്യപുരുഷനും തന്നെ തല. എന്നാൽ വാനെന്ന് പറയുന്നതാണ് അബദ്ധം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൻ. അപ്പൊ മഹാസർപ്പത്തിലെ വാൻ എന്ന് പറയുന്ന ആരാ? അസത്യങ്ങൾ ഉപദേശിക്കുന്ന പ്രവാചകന്മാരാണ് മഹാസർപ്പത്തിന്റെ വാനെന്ന് പറയുന്നത്. മനസ്സിലാക്കിയവർക്കാ നിങ്ങൾ ഹല്ലേലൂയ വീടടക്കുന്ന അവസ്ഥയിലാണോ, നമ്മളിപ്പോൾ ശോഭിക്കുന്ന അവസ്ഥയിലാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആവശ്യം. ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3 വലിച്ചുകൂട്ടി, വാലുകൊണ്ട് വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്, ലോകത്തിലേക്ക് ഇറങ്ങും. ഒരു കാലഘട്ടത്തിലേക്ക് ദൈവത്തിന്റെ സ്തോത്രം, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇൻപം വേണ്ട പാടിയില്ലേ? ഈ പാട്ടിപ്പോ കേൾക്കാറുണ്ടോ? ഇതടങ്ങില്ല. ഏതെങ്കിലുമൊക്കെ പാട്ടുപാടി കൈയടിച്ചങ്ങ് പോവുകയും ചെയ്യോ? ഒരു സമയത്തൊക്കെ ദൈവമായിട്ട്